പപ്പായ ജാം. ഞാൻ ഇന്നിവിടെ പപ്പായ ജാം ഉണ്ടാക്കുകയാണ്. ഈ ഇതിലേക്ക് വേണ്ടി വെറും പഞ്ചസാര പിന്നെ നാരങ്ങ നീര് ഈ 3 ഇൻഗ്രീഡിയൻസും മതിയാവും. പപ്പായ ഞാനിതാ മിക്സിയുടെ ജാറിലോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി ഈ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായിലൊഴിച്ച് അതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിലോട്ട് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും നാരങ്ങയും നീരുമാണ് ഒഴിക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാര, പഞ്ചസാരയോടൊപ്പം തന്നെ നാരങ്ങയുടെ നീരൊഴിക്കുകയാണ്, ലെമൺ ജ്യൂസ്. ഇതിങ്ങനെ ഒന്ന് വറ്റി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാം. പിന്നെ അല്പസമയം കൊണ്ടിങ്ങനെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണേ. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക്, കുട്ടികൾക്കൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനമാണിതെനിക്ക്. അതുകൊണ്ട് ഇത് പിള്ളേർക്ക് ഇത് ബ്രെഡിനോടൊക്കെ കൊടുക്കാനോ ഇല്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കുന്നത്. പപ്പായ ജാം ഇവിടെ കറക്റ്റായി നല്ല ഇതുപോലെ ഈ കറക്റ്റ് പരുവത്തിനാകണം കേട്ടോ. അപ്പോൾ ഇതാണ്ട് നല്ല കറക്റ്റായി. ഇനി ഞാനിത് കുപ്പിയിലോട്ട് മാറ്റുകയാണ്. നമ്മുടെ ജാം ശരിയായി. ഈ കുപ്പിയിലോട്ട് പകരുകയാണ്. നല്ല കറക്റ്റായത്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അവർ ബ്രെഡിലോ അല്ലെങ്കിൽ ചപ്പാത്തിയിലോ അവരുടെ ദോശയിലോ ഒക്കെ അവർ ഒഴിച്ച് കഴിക്കും നല്ല രീതിയിൽ. അതുപോലെ നമുക്കും നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പപ്പായ ജാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.